അടിമാലിയിൽ ക്യാൻസർ ബാധിതയായ വീട്ടമ്മയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവത്തിൽ പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാൻ അന്വേഷണ സംഘം. ആക്രമണത്തിനിരയായ ഉഷയിൽ നിന്ന് പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ആഴ്ചകൾക്ക് മുമ്പ് ചികിത്സാ വിവരങ്ങൾ തേടിയ യുവാവാണ് മോഷ്ടാവ് എന്ന സംശയത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങളുടെ അഭാവത്തിലാണ് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. 10 അംഗ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കൃത്യമായ സൂചനകളോ വിവരങ്ങളോ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിയെ കണ്ട ഏക വ്യക്തിയായ ആക്രമണത്തിനിരയായ ഉഷയിൽ നിന്ന് പ്രതിയുടെ വിവരങ്ങൾ തേടി രേഖാചിത്രം തയ്യാറാക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. ആക്രമണ സമയത്ത് മുഖംമൂടി ധരിച്ചാണ് എത്തിയിരുന്നത് എങ്കിലും ആഴ്ചകൾക്ക് മുമ്പ് വീട്ടിലെത്തി വിവരം തിരക്കിയ ആൾ തന്നെയാണ് പ്രതി എന്നാണ് ഉഷയുടെ മൊഴിയിൽ നിന്ന് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. ഇതിന് പിന്നാലെ പ്രദേശവാസികളുടെയും ആക്രമണം നടന്ന സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നവരുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന വിരലടയാളം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകളൊന്നും പോലീസിന് പക്കലില്ല. അതേസമയം അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ ജനരോക്ഷവും ശക്തമാണ്. നിരവധി CCTVകളിൽ തസ്കരന്മാർ കുടുങ്ങിയിട്ടും നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഇവിടെ പട്രോളിംഗ് നടത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇനിയും പ്രതിയെ പിടിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അടിമാലിയിലെ ജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സമരവുമായി പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പോകാനാണ് ഇവിടുത്തെ നാട്ടുകാരുടെ തീരുമാനം. അടിമാലി നഗരത്തിൽ മോഷണം പതിവാകുമ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ ഇല്ല എന്നാണ് ജനപ്രതിനിധികളടക്കം ആരോപിക്കുന്നത്. 24 തൊടുപുഴ.